ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വളരെയധികം നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചെടിയാണ്. അതായത് വെള്ള മുസാണ്ടയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പല കളറുകൾ അവൈലബിൾ ആണ്. വെള്ള, ഓറഞ്ച്, പീച്ച്, റെഡ് മുതലായവ. ഇതിൽ ഒരു സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറിലുള്ള ചെടികളില്ലാത്ത വീടുകൾ അപൂർവമായിരുന്നു തന്നെ പറയാൻ പറ്റും. ഇന്നിപ്പോൾ ഇത് അധികം അങ്ങനെ കാണാറില്ല. ഇത് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു പൂച്ചെടിയാണ്. ഇതെന്തുകൊണ്ടാണ് ഇതിപ്പം വീടുകളിൽ നിന്നൊക്കെ അങ്ങനെ പുറന്തള്ളപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഭംഗിയുള്ളൊരു ചെടി തന്നെയാണിത്. നമുക്ക് ചട്ടിയിലൊരു ചെറിയൊരു പൂച്ചെടിയായിട്ടും നിലത്ത് നമുക്ക് നല്ലൊരു പൂമരമായിട്ടൊക്കെ നടാൻ പറ്റും. ഇത് നമ്മൾ അതിൻ്റെ തണ്ട് നട്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുതൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിന് നല്ല രീതിയിൽ ഫ്ലവർ വരും. ഒരു പ്രാവശ്യം ഫ്ലവർ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വർഷം മുഴുവനും നമുക്കിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. മഴക്കാലത്തും ഫ്ലവേഴ്സിനൊന്നും കുറവില്ല. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരുന്ന ചെടിയാണിത്. ഇതിന് നല്ല രീതിയിൽ വെയിൽ വേണം. അതേപോലെ തന്നെ 2 നേരം വെള്ളവും നമ്മൾ ഒഴിക്കണം. രാവിലെയും വൈകിട്ടും ഉള്ള ചരിഞ്ഞ വെയിൽ കിട്ടത്തക്ക വിധത്തിൽ ചെടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ യഥാർത്ഥ പൂവെന്ന് പറയുന്നത് അതിൻ്റെ പൂക്കളുടെ നടുക്കുള്ളൊരു മഞ്ഞ പൂവാണ് യഥാർത്ഥ പൂവെന്ന് പറയുന്നത്. ഇതിൻ്റെ ചുറ്റുമുള്ളത് ഈ വെള്ള പൂ എന്ന് പറയുന്നത് അത് ഇലകൾ തന്നെ രൂപാന്തരം പ്രാപിച്ചാണ്. അത് തന്നെയാണ് ഈ ചെടിയുടെ ഭംഗിയും. ചെറിയ പൂക്കായതുകൊണ്ട് തന്നെ അതിന് ഭംഗി കൊടുക്കാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ വെള്ള ഇതുപോലെ വെള്ള ഇങ്ങനെ ഇലകളിങ്ങനെ മാറിയതെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും മറ്റുള്ള മുസാണ്ടകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ട്. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അധികം ഒരുപാട് മൂത്ത തണ്ടുകൾ നമ്മൾ എടുക്കാതെ തണ്ടിന് പച്ചനിറം വിട്ടുമാറാത്ത ചെറിയ തണ്ടുകൾ നോക്കി നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പൊക്കെ നമുക്ക് ഇത് എന്താ പറയുക, അലോവേരയിലൊക്കെ അതിൻ്റെ തണ്ടിനകത്തൊക്കെ അത് റൂട്ടിങ് ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്നതാണ്. അതിനകത്തൊന്ന് മുക്കി വെച്ചതിന് ശേഷം കുത്തിയതിന് ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ പൊതുവേ കീടരോഗബാധയൊന്നും ഇല്ലാത്ത ചെടിയാണ്. ചെറിയ രീതിയിൽ പുഴുശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നീമോയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കും. പിന്നെ ഓരോ പൂക്കൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഒന്നുകൂടെ ചെടി നല്ല ഭംഗിയായിട്ട് നിറച്ചിങ്ങനെ പൂക്കൾ തരും. ഇതാദ്യം ഉണ്ടായി വരുമ്പോഴത്തേക്ക് നല്ല വെള്ള കളറിലാണ് ഈ ചെടി പൂക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറി ഒരു പച്ച കളറിലേക്കാണ് വരുന്നത്. രണ്ടും കാണാൻ നല്ല ഭംഗിയാണ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റും ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം പിന്നെയും ഗാർഡനിലൊക്കെ ഈ ചെടികളൊക്കെ പിന്നെയും മുസാണ്ട വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഭംഗിയായിട്ടുള്ള ചെടി തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.